ക്രഷ് ക്രേപ്പ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല പാറ്റേണിൽ ബെൻഡെക്സ് ബോർഡറിൽ വളരെ സോഫ്റ്റ് കോമ്പിനേഷനിലും സോഫ്റ്റ് ഡിസൈനിലുമാണ് സാരി വന്നിരിക്കുന്നത്. സെൽഫ് ഡിസൈൻസ് വരുന്നുണ്ട് എല്ലാ സാരിക്കും ആ ഒരു സെയിം കളറിൽ തന്നെയായിട്ട് വിത്ത് സിമ്പിൾ ബോർഡർ. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരുന്ന സാരി. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു പപ്പായ ഓറഞ്ച് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിൽ ഡബിൾ സൈഡിലും ഈ ഒരു പാറ്റേണിലുള്ള ബോർഡർ ആയിരിക്കും വരുന്നത്. ജെറി വുമൻ സ്റ്റൈലിലുള്ള ബോർഡർ വന്നിട്ട് ബോഡി കംപ്ലീറ്റ് സെൽഫ് ഡിസൈനിൽ തന്നെ ആയിരിക്കും വരുന്നത്. ബോഡിയിൽ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും സെൽഫ് പ്രിന്റ് വരുന്നുണ്ട് സാരിയിൽ. ആ ഒരു ക്രഷ് സോഫ്റ്റ് സെമി ക്രേപ്പ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ട്രാൻസ്പെറൻസി ഇല്ല കേട്ടോ. സാരി വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വിത്ത് ബനാറസി സ്റ്റൈലുള്ള ബോർഡർ ആണ് രണ്ട് സൈഡിലും വരുന്ന സാരിക്ക്. മുന്താണിയിലും ഈ ഒരു ഡിസൈൻസ് ആണ്. സെൽഫ് പ്രിന്റിലായിരിക്കും സാരിയുടെ പല്ല് വരുന്നത്. ഡിസൈൻ മാറും. ബോഡിയിൽ വരുന്നത് ഫ്ലോറൽ ഡിസൈൻസിലും മുന്താണിയിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിൽ പേസ്ലി ഡിസൈൻസിലായിരിക്കും സാരിയുടെ മുന്താണിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. നമ്മൾ ആ ഒരു ക്രേപ്പ് സിൽക്കിന്റെ അതേ ആ ഒരു ഫോളിലാണ് സാരി കിടക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ഓവറോൾ ലുക്ക് സാരി ഇങ്ങനെ വരും. ഫുൾ സാരി ഈ ഒരു സ്റ്റൈലായിരിക്കും വരിക. റണ്ണിങ് ബ്ലൗസ് സാരിക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് സാരി വരുമ്പോൾ ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. നെക്സ്റ്റ് സാരി നല്ല ബ്യൂട്ടിഫുൾ കളറിലാണ് വന്നിരിക്കുന്നത്. ഒട്ടും ഗോഡി അല്ലാതെ പക്ഷെ വളരെ ഒരു ട്രെൻഡി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ്. നമുക്കൊരു ക്രൗഡിലെല്ലാം വളരെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ കിട്ടുന്ന നല്ലൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്ന സാരി. ഒരു വയലറ്റും ഒരു ബ്ലൂവും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. സെയിം സ്റ്റൈലിൽ തന്നെ അതേ സോഫ്റ്റ് ക്രഷ് ക്രേപ്പ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. ഫുൾ ബോഡി ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെയായിരിക്കും. ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലാണ് ആ ഫ്ലോറൽ പാറ്റേൺസ് വരുന്നത്. ബോഡിയിൽ സോഫ്റ്റ് ക്രേപ്പ് മെറ്റീരിയൽ ആട്ടോ സാരി. ക്രഷ് ഫോമിൽ തന്നെ വന്നിരിക്കുന്ന ക്രേപ്പ് സിൽക്ക് ആണ്. സെമി ക്രേപ്പ് ആണ് വിത്ത് ബനാറസി ബോർഡർ. വളരെ കംഫർട്ടബിൾ ആണ് സാരിയുടെ ഫാബ്രിക്. സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. മുന്താണി ആ സെൽഫ് ഡിസൈനിൽ തന്നെ പേസ്ലി പാറ്റേണിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ വീണ്ടും നല്ലൊരു ബ്ലെൻഡഡ് ഷെയ്ഡാണ് സാരി വന്നിരിക്കുന്നത്. ജാമുൻ ടോണും വന്നിട്ടുണ്ട്, ബീട്രൂട്ട് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ബീട്രൂട്ടും ജാമുനും കൂടി ആ നാവൽപ്പഴത്തിന്റെ കളറും ബീട്രൂട്ടും കൂടി ഉള്ള നല്ലൊരു ഷെയ്ഡിലാണ് സാരി. ഫാബ്രിക് സെയിം തന്നെ സോഫ്റ്റ് ക്രഷ് ഫോമിൽ വരുന്ന ക്രേപ്പ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നോൺ ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു എലഗന്റ് സെമി പാർട്ടി വെയർ സാരീസ് ആണ്. ഇതിന്റെ കളറും അതേ ആ ഒരു ബ്ലെൻഡഡ് ടോൺ വന്നിട്ട് ആ ഒരു ബെൻഡെക്സ് പാറ്റേണിൽ തന്നെയുള്ള ബനാറസി സ്റ്റൈലുള്ള ബോർഡർ ആയിരിക്കും സാരിക്ക് രണ്ട് സൈഡിലും വരുന്നത്. ഫുൾ ബോഡി ഫ്ലോറൽ ഡിസൈൻസ് ആണ്. പ്ലെയിൻ അല്ല ബോഡി വരുന്നത്. എല്ലാ സാരീസിനും ഒരേ ഡിസൈൻ തന്നെയാണ്. ആ ഒരു ഫ്ലോറൽ ഡിസ്ചാർജ് പ്രിന്റ് വന്നിട്ട് പല്ലു വരുമ്പോൾ പേസ്ലി ഡിസൈൻസിലുള്ള മുന്താണിയാണ് സാരിക്ക് വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. സെയിം പാറ്റേൺ സെയിം ഫാബ്രിക്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു മെഹന്തി ഗ്രീൻ ആണ്. ഒരു ലീഫ് ഗ്രീനും മെഹന്തി ഗ്രീനും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. നല്ലൊരു ഗ്രീൻ. അതിലും അതേ പാറ്റേൺ തന്നെ. ആ ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ. ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി, ബ്ലൗസ്. പീകോക്ക് ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ വരുന്നത്. പീകോക്ക് ബ്ലൂയിലും സെയിം സ്റ്റൈലിൽ തന്നെ അതേ ഫ്ലോറൽ ഡിസൈൻസ്, ഡബിൾ സൈഡ് ബോർഡർ, പല്ലു ആൻഡ് ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് സഫയർ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ ആയിരിക്കും സാരിയുടെ ആ ഒരു ക്രഷ് ഫോമിൽ തന്നെ ബോഡി വരുന്നത്. കംപ്ലീറ്റ് സോഫ്റ്റ് ക്രേപ്പ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഡബിൾ സൈഡ് ബനാറസി ബോർഡർ, മുന്താണി, ബ്ലൗസ്.